ഹലോ, നമുക്കൊരു പണി ട്രിപ്പ് പോയാലോ? അച്ചുട്ടൻ്റെ മുടി ഒന്ന് മൊട്ടയടിച്ചിട്ട് വരാം കേട്ടോ. നമ്മൾ അച്ചുട്ടൻ്റെ മുടി മൊട്ടയടിക്കാൻ പോയ ട്രിപ്പാണ്. അപ്പോൾ നമ്മൾ ഫാമിലി എല്ലാവരും ഉണ്ട്. നമ്മളൊരു 10-15 പേരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല അടിച്ച് പൊളിച്ച് പോയ ട്രിപ്പാണ്. നമ്മൾ ഒരു 8 മണിയൊക്കെ ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഒരു 12 മണിയൊക്കെ ആയപ്പോൾ നമ്മളൊരു പമ്പിലൊക്കെ നിർത്തി ഫുഡൊക്കെ കഴിച്ച് അച്ചു ബസ്സിൽ ഓടി കളിക്കുകയായിരുന്നു. ഇതാ പമ്പിൽ ഇറങ്ങി അവിടെ ഓടി കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ പിന്നെ സൈഡായതായിരുന്നു. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വാള് വന്നിട്ട് ഞാൻ ഛർദ്ദിച്ച് ആകാവശ്യമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒട്ടും എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കുട്ടികളൊക്കെ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. നമ്മളൊരു 2 മണിയൊക്കെ ആയിരുന്നു പാലാമരത്തിൽ പഴനിയിലെത്തിയപ്പോൾ കേട്ടോ. അങ്ങനെ നമ്മളവിടെ എത്തി ഒന്ന് ഫ്രഷൊക്കെ ആയി ഒരു 5 മണിയൊക്കെ ആയപ്പോഴേക്കും റെഡിയായി. അച്ചുട്ടന് മുട്ടയടിക്കാൻ ഒരു 5:30 ആയപ്പോൾ ആൾ വന്നു കേട്ടോ. അങ്ങനെ അവനെ ഉറങ്ങായതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അവൻ ഉറങ്ങുകയാണ്. പിന്നെ നമ്മൾ ഉറക്കത്തിലെടുത്ത് കൊണ്ടുപോയിട്ട് മുട്ടയടിച്ചതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് എല്ലാവർക്കും എങ്ങനെയാവും മുട്ടയടിക്കുക, ഫസ്റ്റ് ടൈം ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ ഉണർന്ന് നിൽക്കുമ്പോൾ മുട്ടയടിക്കൽ പോസിബിൾ അല്ല. ഉറങ്ങുമോ, എന്തൊക്കെയാവും എന്നുള്ള ടെൻഷൻ നല്ല ഉണ്ടായിരുന്നു കേട്ടോ. മുറിവാവുമോ, ഇളക്കോ, നിന്ന് തരുമോ, പിന്നെ ഒരുപാട് മുടി ഉണ്ടല്ലോ, അപ്പോൾ കുറച്ച് ടൈമും എടുക്കും, അങ്ങനെയൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഉണ്ടായില്ല കേട്ടോ. അവന് മുടി മുട്ടയടിച്ച് കഴിയോളം അവൻ അവിടെ നിന്ന് ഉറങ്ങുക തന്നെയായിരുന്നു. പിന്നെ എൻ്റെ ഏട്ടനും മുട്ടയടിച്ചു കേട്ടോ. മാമനാണ് വഴിപാടാക്കിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ചുട്ടനും ഒറ്റയ്ക്ക് മുട്ടയടിച്ച് അവന് വിഷമാവുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഏട്ടനും അവൻ്റെ കൂടെ മുട്ടയടിച്ചിട്ട് അങ്ങനെ 2 മുട്ടകളെ കൊണ്ട് ഞങ്ങൾ പണിമല കയറി ഇറങ്ങി. ഞാൻ ട്രെയിനിന് പോകാമെന്നാണ് വിചാരിച്ചത്. കാരണം 3rd മന്ത് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ റിസ്ക് എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ട്രെയിനിന് ടിക്കറ്റ് കിട്ടിയില്ല. 3 മണിക്കൂർ ഡിലേ ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 3 മണിക്കൂർ കൊണ്ട് അരമണിക്കൂർ കൊണ്ട് സ്റ്റെപ്പ് കയറി ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുഴപ്പമൊന്നുമില്ലാതെ ഞാൻ കയറി ഇറങ്ങി. ഭയങ്കര വിശപ്പ് കേട്ടോ നമ്മൾ ഇറങ്ങിയപ്പോൾ. നല്ല തിരക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം ഇറങ്ങി ഫുഡൊക്കെ കഴിച്ച് പിന്നെ ആദിയോഗിയിൽ പോയി കേട്ടോ.